sin t cos t tan t log t signum t e raised to j t e raised to j illa t e raised to a t e raised to minus a t a sin omega t a into sin omega t plus 5 e raised a into e raised to j t or a into e raised to j phi of t. These all are signals. Okay. In these signals, who are power signal, and who are energy signal. ഇത് e raised to a t, ഇയാൾ e raised to minus a t. ഇയാൾ പവർ സിഗ്നൽ ആണോ അതോ എനർജി സിഗ്നൽ ആണോ? ഒരേ സമയം ഇസ് ഇറ്റ് പോസിബിൾ ടു ബിക്കം പവർ സിഗ്നൽ ആൻഡ് എനർജി സിഗ്നൽ? ഒരേ സമയം പവർ സിഗ്നലും എനർജി സിഗ്നലും ആവാൻ ഒരു സിഗ്നലിന് പറ്റുമോ? പിന്നെ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന സിഗ്നൽ അവർ സ്റ്റെപ്പ് സിഗ്നൽ യു ഓഫ് ടി, ദെൻ എ ഇൻറ്റു യു ഓഫ് ടി, അല്ലെങ്കിൽ 10 ഇൻറ്റു യു ഓഫ് ടി, അല്ലെങ്കിൽ നമ്മുടെ റാമ്പ് സിഗ്നൽ ദാറ്റ് അതുപോലെ എ ഇൻറ്റു ടി ഇൻറ്റു യു ഓഫ് ടി, അല്ലെങ്കിൽ 10 ഇൻറ്റു ടി ഇൻറ്റു യു ഓഫ് ടി, അല്ലെങ്കിൽ സിംപ്ലി യൂണിറ്റ് റാമ്പ് ആണെങ്കിൽ ദെൻ ഇയാൾ എന്തായിരിക്കും? ചുമ്മാ ടി ഇൻറ്റു യു ഓഫ് ടി. ഇവന്മാർ ഐദർ പവർ സിഗ്നലാണോ അല്ലെങ്കിൽ എനർജി സിഗ്നലാണോ? ഇവന്മാർക്ക് ഒരേ സമയം പവർ സിഗ്നലും എനർജി സിഗ്നലും ആവാൻ പറ്റുമോ? ആവാൻ പറ്റിയില്ലെങ്കിൽ വൈ? അല്ലെങ്കിൽ രണ്ടും ആവാതിരിക്കാൻ പറ്റുമോ? എനർജി സിഗ്നലും അല്ല, പവർ സിഗ്നലും അല്ല. Now we will discuss all these things in detail. Power and energy of a signal. Okay. ഇയാൾ ഒരു സിഗ്നൽ എക്സ് ഓഫ് ടി, ഒരു സിഗ്നൽ. അപ്പോൾ ഇയാളുടെ പവർ എത്രയാ? പവർ ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ. ഇയാളുടെ എനർജി എത്രയാ? എനർജി ഈസ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ. ഇയാൾ പവർ സിഗ്നലാണോ അല്ലെങ്കിൽ എനർജി സിഗ്നലാണോ? അത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഇയാൾ പവർ സിഗ്നലാണോ എനർജി സിഗ്നലാണോ എന്നുള്ളത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഒരു സിഗ്നലിൻ്റെ എനർജി, ഇയാളുടെ എനർജി എന്ന് പറഞ്ഞാൽ എന്താ? എനർജി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി എക്സ് സ്ക്വയർ ടി ഡി ടി. ഇതാണ് ഇയാളുടെ എനർജിയുടെ എക്സ്പ്രഷൻ. നമുക്ക് എന്ത് ചെയ്യാം? ദിസ് ഈസ് ഈക്വൽ ടു ദിസ് ലിമിറ്റ് ഈസ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ റിയൽ ആക്സിസ് എടുക്കുകയാണെങ്കിൽ ദ ടൈം ദിസ് അവർ ആക്സിസ്, ദിസ് ഈസ് ടെൻഡിങ് ടുവേർഡ്സ് മൈനസ് ഇൻഫിനിറ്റി ആൻഡ് then infinity. So during the entire real axis, what is the value of this integral? That is equal to the energy of the signal. അപ്പോൾ നമുക്ക് ഇയാളെ വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ഇൻസ്റ്റെഡ് ഓഫ് മൈനസ് ഇൻഫിനിറ്റി I am representing it by minus t by 2, and instead of plus infinity I am representing this by plus t by 2. Okay, now I am applying a condition limit t tends to. എനിക്കിവിടെ താഴെ മൈനസ് ഇൻഫിനിറ്റി കിട്ടണം, മേലെ പ്ലസ് ഇൻഫിനിറ്റിയും കിട്ടണം. ഞാൻ എന്താ ചെയ്തത്? ഐ റീപ്ലേസ്ഡ് ദിസ് മൈനസ് ഇൻഫിനിറ്റി ബൈ മൈനസ് ടി ബൈ 2 ആൻഡ് പ്ലസ് ഇൻഫിനിറ്റി ബൈ പ്ലസ് ടി ബൈ 2. സോ അവർ ലിമിറ്റ് ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് ടി ബൈ 2 ടു ടി ബൈ 2. ദിസ് ഈസ് ഈക്വലൻ ടു ദിസ് ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി ടു പ്ലസ് ഇൻഫിനിറ്റി. ദാറ്റ് ഇൻ ടു ഇയാളെ നമുക്ക് എങ്ങനെ എഴുതാം? ഐ ക്യാൻ റൈറ്റ് എക്സ് സ്ക്വയർ ടി ആസ് മോഡ് ഓഫ് എക്സ് ഓഫ് ടി ദ സ്ക്വയർ. രണ്ടും സെയിം റെപ്രസെൻറ്റേഷൻ ഓഫ് രണ്ടും ഒരേ റെപ്രസെൻറ്റേഷനാണ്. സോ ഞാൻ എന്ത് എഴുതുന്നു? മോഡ് ഓഫ് എക്സ് ഓഫ് ടി ദ സ്ക്വയർ. ഇതാണ് ഈ സിഗ്നലിൻ്റെ എനർജി കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. ഓക്കെ, ദിസ് ഈസ് എ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഇനി ഇയാളെ പവർ എങ്ങനെ കണ്ടുപിടിക്കും? ഇയാളെ പവർ കണ്ടുപിടിക്കണമെങ്കിൽ വാട്ട് ഈസ് പവർ? ഫ്രം അവർ ക്ലാസിക്കൽ ഡെഫിനിഷൻ, പവർ ഈസ് ഈക്വൽ ടു എനർജി ഓർ വർക്ക്, എനർജി divided by time. Rate of doing work, we can say dw by dt. Rate of doing work is called power, or simply energy by time is power, right? അപ്പോൾ നമുക്ക് പവറിൻ്റെ എക്സ്പ്രഷൻ എഴുതാം. നമുക്ക് പവറിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് എഴുതാം. P is equal to
limit t tends to infinity. That is energy. Then I am writing the expression to the energy. That is minus t by 2 2t by 2 mod x of t the whole square dt. ഇനി എന്ത് ചെയ്യണം? ഇനി എന്ത് ചെയ്യേണ്ടത്? ഇയാളെ എനർജിയെ നമ്മൾ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എത്രയാണ് ടൈം? ടൈം ഈസ് വേരിയിങ് ഫ്രം മൈനസ് ടി ബൈ 2 ടു ടി ബൈ 2. അത് മൊത്തം ടൈം സ്പാൻ. ഇതാണ് ടൈം സ്പാൻ. ഇത് എത്രയാണ് ടൈം സ്പാൻ? ദാറ്റ് ഈസ് ടൈം സ്പാൻ ഫോർ ഡി ടി ഈസ് ഈക്വൽ ടു ടി ബൈ 2 മൈനസ് ടി ബൈ 2. ദാറ്റ് ഈസ് ഈക്വൽ ടു ടി. So this is the time span. So I'm going to divide this energy is this expression by the time sign. This is the total time t by 2 to here 0 to t by 2 and minus 0 to minus t by 2. So total time is t by 2 minus of t by 2. That is equal to t. So divide by t. So this is the expression calculating power of the signal. ഇനി ഇയാളെ നമ്മൾ എന്ത് ചെയ്തു? ഞാൻ ഇയാളെ വേറെ രീതിയിൽ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു അഗെയിൻ ഐ എം റൈറ്റിംഗ് ദിസ് എക്സ്പ്രഷൻ, ദിസ് ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി. നൗ ഐ എം ചേഞ്ചിങ് ദ ലിമിറ്റ് മൈനസ് ടി ആൻഡ് അപ്പർ ലിമിറ്റ് ഈസ് ചേഞ്ചിങ് ടു ടി. നൗ ഐ ആം കൺസിഡറിങ് the time scale from 0 to t. This is 0 to t and this is minus t. Again t is going to infinity and minus t is going to minus infinity. So what is this time span? This time span is t, this is up to here t and here to here minus t. So total time span is 2t or 2t. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? So in between minus t, lower limit of integration to the upper limit of integration, our time span is 2t. So average power കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുക? This is divided by 2t. That is limit t tends to infinity 1 by 2t. Then this expression x of t mod square into dt. ഈ എക്സ്പ്രഷനിൽ എത്രയാണ് ടൈം സ്പാൻ? മൈനസ് ടി ബൈ 2 ടു ടി ബൈ 2. Lower limit, upper limit and lower limit. So total time is t. So we are divided by t. In this expression, minus t to t. So the total time span is 2t. Both these are represent same. നമ്മൾ ഇങ്ങനെ എഴുതിയുകൊണ്ട് ആൻസറിനൊന്നും മാറ്റി വരത്തില്ല. ആൻസർ വിൽ ബി ദ സെയിം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ യു ഷുഡ് ഡിവൈഡ് ദിസ് എക്സ്പ്രഷൻ ബൈ ദിസ് ടൈം സ്പാൻ. So here the time span is t and here the time span is 2t. Okay, answer both are same. ഇനി ഒരാൾ ഇങ്ങനെ എഴുതി പവർ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ടി ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് 2t to 2t x of t square dt. Then what is this represents okay ഇങ്ങനെ എഴുതി. അപ്പോൾ പവർ കിട്ടാൻ എന്ത് ചെയ്യണം? This divided by what is the time span? 2t to minus 2t, that is 4t. These all cases 1, 2 and 3 represents the same, are same and the answer will be same. Right. Okay, എല്ലാം ഒരേ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ജസ്റ്റ് ചെക്ക് ദ ലോവർ ലിമിറ്റ് ആൻഡ് അപ്പർ ലിമിറ്റ്, ദെൻ യു ഡിവൈഡഡ് ബൈ ദ ടൈം സ്പാൻ. ഇൻ ബിറ്റ്വീൻ ദ ലിമിറ്റ് ഓഫ് അപ്പർ ലിമിറ്റ് മൈനസ് ഓഫ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, യു വിൽ ഗെറ്റ് ദ ടൈം സ്പാൻ. ആണെങ്കിൽ ഇൻ കേസ് ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചുമ്മാ ദിസ് ഇൻ്റഗ്രേഷൻ അങ്ങ് റീപ്ലേസ് ചെയ്യുക. എന്തായിട്ട് റീപ്ലേസ് ചെയ്യണം? ദാറ്റ് ഈസ് റീപ്ലേസ് വിത്ത് സമ്മേഷൻ. സോ യു റീപ്ലേസ് ഇൻ്റഗ്രേഷൻ ബൈ സമ്മേഷൻ, ദെൻ യു വിൽ ഗെറ്റ് ദ പവർ ആൻഡ് എനർജി ഇൻ ടേംസ് ഓഫ് then you will get the power and energy of discrete time signal. അപ്പോൾ ഇയാളെ പിടിച്ചിട്ട് ഇയാളാക്കി എഴുതാം. ഇതാണ് നമ്മുടെ സിഗ്നൽ എക്സ് ഓഫ് എൻ ഈസ് ബി എ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഇനി ഇയാളുടെ എനർജി കാണണമെങ്കിൽ എന്ത് ചെയ്യാം? എനർജി ഈസ് ഈക്വൽ ടു
This integration is replaced by summation. Okay. എത്ര ലോവർ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി, അപ്പർ ലിമിറ്റ് പ്ലസ് ഇൻഫിനിറ്റി. ഇനി എന്ത് ചെയ്യണം? എസ് സ്ക്വയർ എൻ. ഓക്കെ, ഇയാളെന്താണ്? ഇയാളാണ് സെയിം. ദെൻ എക്സ് ഓഫ് മോഡ്, യു ആർ ടേക്കിംഗ് ദ മോഡ് ഓഫ് എക്സ് ഓഫ് എൻ ആൻഡ് സ്ക്വയറിംഗ്. ബോത്ത് വിൽ റെപ്രസെൻറ്റ് ദ സെയിം. നൗ ദിസ് ഈസ് ദ എക്സ്പ്രഷൻ ഫോർ എനർജി of the signal. Then I can write energy is equal to summation. ഈ മൈനസ് ഇൻഫിനിറ്റിക്ക് പകരം ഞാൻ മൈനസ് എൻ എഴുതി, പ്ലസ് ഇൻഫിനിറ്റിക്ക് പകരം ഞാൻ പ്ലസ് എൻ എഴുതി. ദെൻ ഇയാൾക്ക് പകരം മോഡ് എക്സ് ഓഫ് എൻ ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി. അപ്പോൾ എന്ത് കിട്ടണം? എനിക്ക് താഴത്തെ ലിമിറ്റ് മൈനസ് ഇൻഫിനിറ്റി കിട്ടണം, മേലത്തെ ലിമിറ്റ് ഇൻഫിനിറ്റി കിട്ടണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സോ നമ്മൾ ലിമിറ്റിൻ്റെ സഹായം തേടും. ഇയാളെന്താണ്? ലിമിറ്റ്. ഇയാൾ എങ്ങോട്ട് ടെൻഡ് ചെയ്യണം? ഇയാൾ ഇൻഫിനിറ്റിയിലോട്ട് ടെൻഡ് ചെയ്യുക. ദാറ്റ് മീൻസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി മൈനസ് എൻ ടു എൻ മോഡ് ഓഫ് എക്സ് ഓഫ് എൻ ദ ഹോൾ സ്ക്വയർ. ഇയാളാണ് ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ എനർജി. ഇനി നമുക്ക് ഇയാളെ പവർ എങ്ങനെ കിട്ടും? ഇയാളെ പവർ കിട്ടണമെങ്കിൽ നമ്മൾ സാധാരണ മെത്തേഡ്, പവർ ഈസ് ഈക്വൽ ടു എനർജി ബൈ ടൈം, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് ഈസ് കോൾഡ് പവർ. ഓക്കെ, ദെൻ നമുക്ക് പവർ കിട്ടണമെങ്കിൽ പവർ ഞാൻ എന്ത് എനർജിയുടെ എക്സ്പ്രഷൻ ഇവിടെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഈസ് ഈക്വൽ ടു മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി. ഇതാണ് നമ്മുടെ എനർജിയുടെ എക്സ്പ്രഷൻ. എന്നിട്ട് എന്ത് ചെയ്യണം? എക്സ് ഓഫ് എന്നിനെ സ്ക്വയർ ചെയ്യുക. പിന്നെ ഇവിടെ എന്ത് ചെയ്യണം? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ഇനിയാണ് പ്രശ്നം. നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യും? നമുക്ക് ഡിവൈഡ് ബൈ ടൈം. ഇവിടെ എത്രയാണ് ടൈം? സോ ഓക്കെ, ദാറ്റ് ഈസ് പി ഈസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇനി എന്തുകൊണ്ട് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യും? 1 ബൈ വാട്ട്സ് ദ ഡിനോമിനേറ്റർ? നമ്മൾ നോക്കുക. സപ്പോസ് എൻ്റെ n എന്ന് പറഞ്ഞാൽ 3 ആണെന്ന് വിചാരിക്കുക. സപ്പോസ് മൈ n ഈസ് 3. സോ ഐ എം മാർക്കിംഗ് 1, 2 ആൻഡ് 3. ഇങ്ങോട്ടോ നെഗറ്റീവ് റിയൽ ആക്സിസിൽ -1ഉം -2ഉം -3ഉം ഞാൻ മാർക്ക് ചെയ്തു. അപ്പോൾ എത്ര ടൈം സാമ്പിൾസ് ഉണ്ട് ഇവിടെ? ഇവിടുന്ന് ഇങ്ങോട്ട് 1, 2, 3, ഇവിടുന്ന് ഇങ്ങോട്ട് 4, 5, 6. പിന്നെ സാമ്പിൾ അറ്റ് എക്സ് ഓഫ് ടി n is equal to 0, ദാറ്റ് ഈസ് എക്സ് ഓഫ് 0. സോ ടോട്ടൽ 1, 2, 3, 4, 5, 6, 7. സോ ടോട്ടൽ ഐ ഹാവ് 7 ഡിസ്ക്രീറ്റ് ഇൻസ്റ്റൻസ്. അപ്പോൾ 7 കിട്ടണം എന്ത് ചെയ്യണം? ഐ റൈറ്റ് ഫോർ ഗെറ്റിംഗ് ദ 7, ഐ സിംപ്ലി റൈറ്റ് 2n plus 1. 2n plus 1 means here n is equal to 3. So 2 into 3 plus 1. That is equal to 7. Okay. So ഇവിടെ നമുക്ക് എന്ത് എഴുതാം? ഇവിടെ നമുക്ക് 2n plus 1 എന്നുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? നമുക്ക് എനർജിയുടെ പവറിൻ്റെ എക്സ്പ്രഷൻ കിട്ടും. റൈറ്റ്. So this is expression for power and this is expression for energy. ഇനി നമ്മുടെ ചോദ്യം എന്താ? ഒരേ സമയം ഒരു സിഗ്നലിന് എനർജി സിഗ്നലും അതുപോലെ തന്നെ പവർ സിഗ്നലും ആവാൻ പറ്റുമോ? അല്ലെങ്കിൽ രണ്ടും ആവാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നാവാൻ പറ്റുമോ? ദാറ്റ് എക്സെട്രാ ഈസ് അവർ ക്വസ്റ്റ്യൻസ്. ഓക്കെ, സപ്പോസ് ദേ ആർ ഗിവിംഗ് സം ക്വസ്റ്റ്യൻസ്. Then we want to find or we want to check whether it is energy signal or it is power signal. Or it is possible for an energy signal to become a power signal or a power signal to become an energy signal or neither energy signal nor power signal. അങ്ങനെയൊക്കെ ആവാൻ എന്താണ് കണ്ടീഷൻ? That let us check. For a continuous time signal, energy is equal to limit t tends to infinity minus t by 2 to t by 2 x of t the square dt, and its power is equal to limit t tends to infinity divided by this span, that is 1 by t into minus t by 2 to t by 2 x of t the whole square dt. Or I can write this is equal to limit t tends to infinity 1 by 2t integral, lower limit is minus t to upper limit plus t, x of t
the square dt. In some cases, we use this expression. And in the case of discrete time signal, energy is equal to limit n tends to infinity. This integration is replaced by summation. Summation minus n to plus n x of n the square. And this is the average power, right? Average power or power average. That is, we are dividing by t, average power. Then average power, P is equal to limit n tends to infinity 1 by 2n plus 1 summation minus n to plus n mod of x of n square. This is the expression for power. For a periodic signal, let x of t be a periodic signal with fundamental time period t naught. Then fundamental time period t. Then average power P is given as 1 by t integral minus t by 2 to t by 2 x of t the square dt. This is the expression for average power of a continuous time periodic signal. Right. Now, again write this as P is equal to 1 by t integral 0 to t x of t the square dt. Both the time duration is from this minus t by 2 to t by 2 means total time duration t. Here 0 to t means 0. So here minus t by 2 to t by 2 implies 1 period. And 0 to t, this also implies 1 period. So some problems this will be useful, and in some problem this will be useful. So that will depend upon the nature of the problem. So for example, our problem is like this. We want to find the average power of this signal. So we know this is 0 t. This is t by 2 minus t by 2 t. Right. So this signal. So for mathematical simplification, by using this formula, minus t by 2 to t by 2 is useful. Suppose, consider another problem. Right. In this waveform, 0, t, 2t, 3t, minus t, minus 2t. In this waveform, to evaluate the power, average power, this formula is useful. Otherwise, we have to evaluate minus t by 2 to this. Then again, the function change. This function change. So we have to find the mathematical expression for these two functions. So if we are evaluating by using this formula, during 0 to t, we have integrate only one function. Otherwise, we have to integrate minus t by 2 to 0, and for this function, and from 0 to t by 2 to this. Discrete time periodic signals. Let x of n be a discrete time periodic signal with fundamental period n. This is a fundamental period. Then, what's the average power? Average power. You just replace, this is divided time period. Divide by the period. T on divide the period. But n ആണ് period. നമ്മൾ n കൊണ്ട് ഇവിടെ അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാം. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ summation of x of n the square. ഇതിൻ്റെ lower limit എത്രയാ? Upper limit എത്രയാ? n is equal to 0. Then what is the upper limit? What's the upper limit? നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഒരു പീരീഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ വായിക്കുക. 1 0 1 2 3 4
പിന്നെ അങ്ങോട്ട് -1 സ്കെയിൽ, -2 സ്കെയിൽ, -3 സ്കെയിൽ. ഇതായിക്കോട്ടെ പീരീഡ്. അറ്റ് n = 0 ലെറ്റ് 3 ബി ദ സ്ട്രെങ്ത് ഓഫ് സിഗ്നൽ. ഇയാളുടെ വാല്യൂ 2, ഇയാളുടെ വാല്യൂ 1. 3-ലെത്തുമ്പം ഇയാൾ വീണ്ടും 3ആയി. 4-ലെത്തുമ്പം അഗെയിൻ ഇയാളുടെ വാല്യൂ 2. പിന്നെ 5-ലെത്തുമ്പം 1. പിന്നെ ഇൻക്രീസ് ചെയ്യും. ഇവിടെ ഇതുപോലെ തന്നെ ഇങ്ങനെ വന്നു. 1, 2, 3. അപ്പോൾ ഇയാളുടെ പീരീഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ പീരീഡ് n. ദാറ്റ് ഈസ് n = 3. അറ്റ് ദ തേർഡ് ഇൻസ്റ്റൻറ്റ് that is n = 0, 3, n = 1, 2, n = 2, the value is 1. When n is equal to 3, what happens? The signal repeats. n is equal to 3, that is x of 3, that is same as that of x of 0. So we have to evaluate n is equal to 0, summation of n is 3 എത്തുമ്പം അടുത്ത സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു, നെക്സ്റ്റ് സൈക്കിൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ വാല്യൂഷൻ ചെയ്യുമ്പം 0ത്തെ വാല്യൂ വേണം, 1ൻ്റെ വാല്യൂ, 2ൻ്റെ വാല്യൂ. സോ n ഈസ് വാല്യൂ ഫ്രം, സോ നമ്മുടെ വാല്യൂ ഡ്യൂറിങ് ദിസ് പീരീഡ്, ഫോർ എ പീരീഡ് n-ൻ്റെ വാല്യൂ 0, 1, 2. സോ n ഈസ് വാല്യൂ ഫ്രം 0 to n-1, average power of a discrete time signal. Right. Question. Find the average power of the signal x of n. ഓക്കെ, x of n നമ്മൾ നേരത്തെ സിഗ്നൽ തന്നെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? അങ്ങനെ വരച്ചു. ദെൻ നമ്മൾ y ആക്സിസ് x of n മാർക്ക് ചെയ്തു. 0, n is equal to 1, n is equal to 2, 3, 4, 5, 6 and so on. -1, -2, -3, -4 ഇങ്ങനെ പോയി. ഇയാളെ വാല്യൂ 3 ആയിക്കോട്ടെ, 3. ഇയാളെ സ്ട്രെങ്ത് ഓഫ് സിഗ്നൽ നമ്മളിവിടെ ഡാർക്ക് ചെയ്യും. എന്തിനാണ്? ദാറ്റ് വിൽ റെപ്രസെൻറ്റ്സ് ദ ആംപ്ലിറ്റ്യൂഡ് ഓർ സ്ട്രെങ്ത് ഓഫ് സിഗ്നൽ. ഇയാളത് 2 ആയിക്കോട്ടെ, ഇയാളത് 1 ആയിക്കോട്ടെ. ഓക്കെ, ഇയാളത് 0 ആയിക്കോട്ടെ, 0 at n is equal to 3. പിന്നെ 4 ആകുമ്പം ഇയാൾ റിപ്പീറ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് അങ്ങനെ വരയ്ക്കാം. അഗൈൻ 3, ഇയാൾ 2, ഇയാൾ 1, പിന്നെ 7 ആകുമ്പം ഇയാൾ 0, പിന്നെ 8 ആകുമ്പം ഇയാൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തു. പിന്നെ ഇയാളുടെ വാല്യൂ -1 ആകുമ്പോൾ എത്രയാണ്? 0, ഇയാളുടെ പിന്നെ 1, ഇയാളുടെ 2, ഇയാളുടെ വാല്യൂ 3. So this is a periodic signal. This is a discrete time periodic signal. What is a period? Period is what is the signal repeat at n is equal to 4. That means x of 4 is equal to x of 0. Then again the start, that is x of 5 is equal to x of 1 and so on. So period is equal to n is equal to 4. N equal to 4, right? So as per expression, power, average power is equal to by n, that is a period, into summation of n is equal to 0 to എത്ര? 3. x of n modulus of x of n the square, that is equal to, നമുക്ക് എങ്ങനെ എഴുതാം? 1/4 into, and n is equal to 0, this become x of 0 square. When n is equal to 1 plus x of 1 square plus x of 2 square plus x of 3 square കഴിഞ്ഞു. 4 ആകുമ്പോൾ എന്താവും? ഇയാൾ റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് 3 വരെ മതി, n equal to 0 to 3. അപ്പോൾ നമുക്ക് നോക്കാം. സോ ഇതിനെങ്ങനെ എഴുതാം? 1/4 ഇൻറ്റു ഇയാളെ വാല്യൂ എത്രയാണ്? ഇയാളെ വാല്യൂ 3, സോ 3 സ്ക്വയർ പ്ലസ് അടുത്ത വാല്യൂ ഓഫ് x of 1 is 2 സ്ക്വയർ plus x of 2 is 1 square plus the value of x of 3 is equal to 0. അപ്പം 0 square. So that is equal to 1/4 into 9 plus 4 plus 1 plus 0. That is equal to 1/4 into 9, 10, 10 plus 4, 14. 14/4 എത്രയാ? 7/2, 7/2. What's the unit? Unit is watts. So
The average power of this discrete time periodic signal is 7/2 watts. Okay, continuous time signal problem ചെയ്യാം. Find average power. ഓക്കെ, അപ്പോൾ സിഗ്നൽ ആരാണ്? സിഗ്നൽ ഇവർ തന്നിരിക്കുന്നത് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, പിന്നെ ഇയാളെ ഇങ്ങനെ വരച്ചു, പിന്നെ ഇങ്ങനെ വരച്ചു, പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഇയാൾ എന്തായി, ഇയാളിങ്ങനെ റിപ്പീറ്റായി, ഒന്ന് റിപ്പീറ്റ് റൈറ്റ്. ദിസ് ഈസ് എക്സോഫ്റ്റിംഗ്. ഇയാളെ വാല്യൂ തന്നിരിക്കുന്നത് 1, 2, ഇവിടെ 3, 4, 5, 6, 7 അങ്ങനെ പോയി. ഇവിടെ 0, -1, -2, -3, -4, -5 ആൻഡ് സോ ഓൺ. ഉള്ള ടോപ്പ് ആംപ്ലിറ്റ്യൂഡ് തന്നിരിക്കുന്നത് 1. ഓക്കെ, അപ്പോൾ എത്ര ഇതിൻ്റെ പീരീഡ് t equal to, this is the period, 2 seconds. ഇയാളെ യൂണിറ്റ് മെഷേർഡ് ഇൻ സെക്കൻഡ്, റൈറ്റ്? 2 is the period. അപ്പോൾ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കണം? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പവർ, ആവറേജ് പവർ. അത് പറഞ്ഞാൽ 1/t ഇൻ്റഗ്രേഷൻ മൈനസ് t/2 to t/2 x² t dt. ഇതാണ് എക്സ്പ്രഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? വി ആർ ഇൻ്റഗ്രേറ്റിംഗ്, ടേക്കിംഗ് ദ ലിമിറ്റ്സ്, ലോവർ ലിമിറ്റ്സ് ഫ്രം -t/2 ആൻഡ് അപ്പർ ലിമിറ്റ് ഫ്രം t/2. 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ -1 to 1. വാട്ട്സ് ദ വാല്യൂ ഓഫ് x of t? Value of x of t is 1. That is 1² dt. That is 1/2. Integral 1 dt is t. T -1 t at -1 to 1. Okay, at t is equal to -1 to. That is equal to 1/2 into 1 minus -1. That is equal to 1/2 into 2 is equal to 1 watts. Right. Okay. Let this is 1. X of t against t. -1, 1, 2, 3, 4 and so on. This is a continuous time periodic signal. ഇവൻ്റെ പീരീഡ് എത്രയാണ്? ഇവൻ്റെ പീരീഡ് ഇത് t. സോ ഇയാളുടെ പീരീഡ് t equal to 1 second. Let this is unit in second. Okay. The amplitude is, ഇയാളുടെ ടോപ്പ് ആംപ്ലിറ്റ്യൂഡ് എത്രയാണ്? 1. This is 1. So we can define the signal. X of t is equal to, what is the mathematical representation of this line, this portion of the line? This portion of the line, y is equal to mx form, this form. So we can represent x of t is equal to, what's the slope of this line? The coordinate of this point is 1, 1 and this point is 0, 0. So slope is equal to y difference by x difference. Y difference means 1 minus 0 divided by x difference. X is 1 minus 0. So that is equal to 1. So 1 into t. So x of t is equal to t for the time duration 0 less than or equal to t less than 1. So this is the function, this is our signal. Now what is the average power? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. We want to find the average power. എങ്ങനെ കണ്ടുപിടിക്കും? 1/t, 1 by period into integration of എത്രയാ? 0 to t. പിന്നെ എന്ത് ചെയ്യണം? x² t dt. റൈറ്റ്. അങ്ങനെ നമുക്ക് ഇയാളെ ആവറേജ് പവർ കണ്ടുപിടിക്കാം. അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാം. 1/, ഇവിടെ ടിയുടെ വാല്യൂ എത്രയാ? 1. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് എത്രയാ? 1. x of t is equal to t. So t² dt to 1/1, that is 1. Integral t² is equal to t cube divided by 3. Applying the limit 0, 1. That means 1 cube minus 0 cube divided by 3. That is equal to 1/3 watts. This is the power of this, average power of this signal is 1/3 watts. Now energy signals. Energy
സിഗ്നൽസ്. എന്താണ് എനർജി സിഗ്നൽ? സപ്പോസ് ഇയാളാണ് നമ്മുടെ സിഗ്നൽ എക്സ് ഓഫ് ടി. ഇവനെ നമുക്ക് എനർജി സിഗ്നൽ എന്ന് പറയാം. എങ്ങനെ പറയാം? ഇവൻ്റെ ആവറേജ്, ഇവൻ്റെ എനർജി, ഇഫ് വി ക്യാൻ കോൾ ഹിം ആസ് ആൻ എനർജി സിഗ്നൽ provided if energy of this signal is equal to finite value. അപ്പോൾ ഇവൻ്റെ വാല്യൂ ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇവൻ എന്ത് പറയാം? നമുക്ക് ഇവനെ എനർജി സിഗ്നൽ എന്ന് പറയാം. ദാറ്റ് ഈസ് 0 ലെസ് ദാൻ എനർജി ഓഫ് ദ സിഗ്നൽ ലെസ് ദാൻ ഇൻഫിനിറ്റി. ഓക്കെ, ദെൻ if this satisfies this condition, there is one more condition to be satisfied, then we can call him as energy signal. Now, what is the power of an energy signal? Energy signal, right? Now, what is power? Expression for power? Power is equal to rate work by, that is energy by time. If energy is finite value, and we are dividing this by t, and t tends to infinity. That means a finite value number divided by infinity. Time is equal to infinity. So this is equal to 0. So for an energy signal, energy is finite. That means 0 less than E less than infinity, and power should be 0. If this condition is satisfied, this is an energy signal. That means 0 less than E less than infinity, and both this condition should be satisfied. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് എനർജി സിഗ്നൽ പറയാൻ പറ്റത്തില്ല. P equal to 0. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ഇവൻ എന്താണ്? ഇവൻ എനർജി സിഗ്നലാണ്. എ സിഗ്നൽ എക്സ് ഓഫ് എൻ ഇൻ ഡിസ്ക്രീറ്റ് ടൈം ഡൊമെയിൻ ഓർ എക്സ് ഓഫ് ടി ഇൻ കണ്ടിന്യൂസ് ടൈം ഡൊമെയിൻ ഈസ് സെറ്റ് ടു ബി പവർ സിഗ്നൽ. എന്താണ് അതിൻ്റെ കണ്ടീഷൻ? അതിൻ്റെ കണ്ടീഷൻ എന്താ വെച്ചാൽ ഇയാളുടെ വാല്യൂ ഒരു ഫൈനൈറ്റ് ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇഫ് average power of the signal should be finite. Okay, അങ്ങനെ പറഞ്ഞാൽ 0 ലെസ് ദാൻ പി ലെസ് ദാൻ ഇൻഫിനിറ്റി. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇതിൻ്റെ കൂടെ വേറൊരു കണ്ടീഷനും കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. എനർജി എത്രയാ? എനർജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, conventionally we can write or we can say power into time and limit t tends to infinity, right? So this is equal to a finite value. The value of time is infinity. A finite value into infinity, that is again is equal to infinity. So a signal is said to be power signal if the power of the signal is finite and energy is equal to infinity. If both this condition is satisfied, then the signal become power signal. That means x of n or x of t is a power signal. That implies power is finite. That means 0 less than p less than infinity, and both this condition should be satisfied. Energy is equal to infinity. So a signal having infinite energy and finite average power is called a power signal, right? Now ഇനി അടുത്ത എന്താണ്? നമുക്ക് ഇവൻ എപ്പം എനർജി സിഗ്നൽ എന്ന് പറയാം? നമുക്ക് ഇവൻ എനർജി സിഗ്നൽ എന്ന് പറയാം. എങ്ങനെയാ? എനർജി ഈസ് ഫൈനൈറ്റ് ആൻഡ് എന്താ അയാളുടെ പവർ ഈസ് ഈക്വൽ ടു 0.
then this is an power, this is an energy signal. So energy, a signal is said to be energy signal if energy is finite and power is equal to 0. Okay. ഇനി രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലോ we can call that is neither power signal nor even signal. Otherwise, if these conditions are not satisfied, these conditions are not satisfied, then the signal is neither power signal nor energy signal, that is NPNE. The signal become NPNE. That is, if these conditions are, if a signal is not an energy signal, or if a signal is not an energy signal or nor a power signal, then the signal is called NPNE. That is neither power signal nor energy signal. Suppose energy is equal to 2 joule and power is equal to 1 watt. Both these values are finite. That implies the signal is NPNE. Now either power nor energy signal. Right. എവിടെ നമ്മൾ കൺട്രോൾ സിസ്റ്റത്തിൽ യൂസ് ചെയ്യും, DSPയിൽ യൂസ് ചെയ്യും. യൂഷ്വലി എവരിവെയർ വി ആർ യൂസിങ് ഇയാളാരാ, നമ്മുടെ സ്വന്തം യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഓക്കെ, നമ്മുടെ സ്വന്തം യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ. ഇയാൾ എനർജി സിഗ്നലാണോ ഓർ പവർ സിഗ്നലാണോ? റൈറ്റ്, ദാറ്റ് ഈസ് അവർ ക്വസ്റ്റ്യൻ. നോ, വാട്ട് ഈസ് അവർ u of t? You know, u of t is equal to 1 for t greater than 0, is equal to 0 for t less than 0. Right, this is our unit step signal. Now, what is the energy of this signal? ഇയാളുടെ എനർജി എത്രയാ? എനർജി is equal to integral minus infinity to infinity x square t dt. Right. Now this is equal to 0 to minus infinity to 0, the value of the function is 0. So we can split the integration. That is 0 plus integral 0 to infinity. What is the value of the function? That is equal to 1 into dt. Right. So integral 1 is t. This is equal to t at limit 0 to infinity. So this is equal to infinity. ഇയാളുടെ എനർജി ഇൻഫിനിറ്റി ആണ്. ഇനി നമുക്ക് പവർ നോക്കാം. Then power of this signal is equal to limit t tends to infinity 1 by t integral minus t by 2 to t by 2 u of t the square dt. That is equal to limit t tends to infinity 1 by t into integral minus t by 2 to t by 2. ഇയാളുടെ വാല്യൂ എത്രയാണ്? 1 square dt, that is equal to 1 dt. So that is equal to minus infinity to 0. The value of the function is 0. So we can write this is equal to limit t tends to infinity 1 by t into integral 0 to t by 2. Since for t less than 0, value of the function is 0. 1 square dt. That is equal to limit t tends to infinity. What is 1 square? 1 square means 1. 1 dt is equal to t. Apply the limit 0 to t by 2. So this become limit t tends to infinity 1 by t into apply the limit. That will become t by 2 minus 0. T and t get cancelled. So this will become limit t tends to infinity 1 by 2. That is equal to 1 by 2. 1 by 2 watts. So what does this indicate? Unit step signal
is a power signal. Power signal. And what is the power of a unit step signal? That is, power of u of t is equal to 1 by 2 watts. And energy of this signal is equal to infinity.